അസ്ട്രോ വേദിക് വിഷൻ മലയാളം ചാനലിൽ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഉത്രാടം നക്ഷത്രത്തിൻ്റെ അടുത്ത ഒരു മാസത്തെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാനാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഉത്രാടം ധനുരാശിയിൽ ഒരു ഭാഗവും മകരൻ രാശിയിൽ ശേഷം 3 ഭാഗവുമായിട്ടാണ് നിലകൊള്ളുന്നത്. ധനുരാശി ഉത്രാടംകാർക്ക് അവരുടെ രാശിനാഥൻ അഷ്ടമ രാശിയിൽ ഉച്ചത്തിൽ സഞ്ചരിക്കുകയും കണ്ടകസ്ഥാനത്ത് ശനിയുടെ സഞ്ചാരവും ഉള്ളതിനാൽ ദോഷഫലങ്ങൾ മുമ്പിൽ കണ്ട് വേണ്ട വിധത്തിലുള്ള തയ്യാറെടുപ്പുകളോടുകൂടി കാര്യങ്ങളെ സമീപിക്കണം. വ്യാഴാഴ്ച വിഷ്ണു ഭഗവാന് പ്രാധാന്യം കൊടുത്തും ശനിയാഴ്ച ശാസ്താവിന് പ്രാധാന്യം കൊടുത്തും ക്ഷേത്ര ദർശനം നടത്തണം. ദാനധർമ്മങ്ങളും ശക്തിക്ക് തക്ക വഴിപാടുകളും കഴിച്ച് വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ടതാണ്. യാത്രയ്ക്ക് തടസ്സങ്ങളോ വാഹന ദുരിതങ്ങൾക്കോ എല്ലാം സാധ്യതയുള്ള ഒരു കാലമായതിനാൽ വളരെയേറെ ശ്രദ്ധ വേണം. മകരൻ രാശിക്കാര് ഉത്രാടംകാർക്ക് അവരുടെ രാശിനാഥനായ ശനി 3ാമത്തെ രാശിയിൽ വളരെ അനുകൂലമായി സഞ്ചരിക്കുകയും ആ രാശിയുടെ നാഥൻ ഉച്ചസ്ഥനായി മകരൻ രാശിയിലേക്ക് പൂർണ്ണ ദൃഷ്ടി ചെയ്യുകയും ചെയ്യുന്നതിനാൽ വളരെയധികം ഭാഗ്യവും ഈശ്വരാനുഗ്രഹവും ഉള്ള സമയമാണ്. വളരെ കാലമായി അനുഭവിച്ചു പോന്നിരുന്ന പല പ്രതിസന്ധികളെയും മറികടക്കാനാകും. വസ്തു സംബന്ധമായ തർക്കങ്ങൾ പരിഹരിക്കും. ഭൂമി വാങ്ങാനോ വാഹനം വാങ്ങാനോ ഉള്ള ഓടി പിടിപ്പിക്കാനോ ഒക്കെ സാധിക്കുന്ന കാലമാണ്. രാഹു കുംഭൻ രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ഭക്ഷണ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. ഭക്ഷണത്തിൽ നിന്ന് അലർജി, വിഷഭക്ഷണം കഴിക്കേണ്ടതായിട്ട് വരിക തുടങ്ങിയ പ്രശ്നങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടി വരും. രാഹു അനിഷ്ടസ്ഥനായതിനാൽ ഇടജന്തുക്കളിൽ നിന്നുള്ള ശല്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നാഡീദോഷമുണ്ടായാൽ ചികിത്സ അവഗണിക്കരുത്. പക്ഷാഘാതം പോലെയുള്ള രോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. ശരീരത്തിൻ്റെ ബലക്കുറവോ എന്നാലും ഈശ്വരാനുഗ്രഹം പ്രകടമാകിയാൽ എല്ലാം ചികിത്സ കൊണ്ടും പ്രാർത്ഥന കൊണ്ടും മറികടക്കാവുന്നതേ ഉള്ളൂ. വിദ്യാർത്ഥികൾക്ക് 2ാമത്തെ രാശിയിലെ രാഹുവിൻ്റെ സ്ഥിതി തുടർച്ചയായ പഠന നടത്താനോ എല്ലാ ദിവസവും സ്കൂളിൽ പോകാൻ തന്നെയോ മുടക്കം വരാൻ സാധ്യതയുണ്ട്. ദക്ഷിണാമൂർത്തിയെ പ്രാർത്ഥിക്കുകയും ദക്ഷിണാമൂർത്തി ശ്ലോകം ഒരു 21 തവണ രാവിലെ സ്കൂളിൽ ചെല്ലുമ്പോഴോ അതിനു മുൻപായിട്ടോ ജപിക്കുന്നത് വിദ്യാ തടസ്സങ്ങൾക്ക് വളരെയധികം പരിഹാരമാകും.